എന്ത് ബിസിനസ് തിരഞ്ഞെടുത്താലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അത് ചെയ്യാം. 1993 കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തു നിന്നും UAE വിമാനം കയറിയ മലയാളിയാണ് കെ കരുണാകരൻ നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനായ രാജ്കുമാർ കാമ്പുറത്ത്. നാട്ടിലെ അച്ഛൻ ഒരു സ്റ്റേഷനറി ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പരാജയം, ബിസിനസ്സിലുണ്ടായ പരാജയമാണ് എന്നെ ഗൾഫിലേക്ക് എത്തിച്ചത്. രാജ്കുമാർ തന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനു ശേഷം അച്ഛന്റെ ബിസിനസ്സിൽ സഹായിയായി കൂടിയെങ്കിലും പെട്ടെന്നുണ്ടായ ബിസിനസ് തകർച്ചയിലെ ആഘാതത്തിലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രം കൈമുതലാക്കി രാജ്കുമാർ കാമ്പുറത്ത് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. UAE നിന്നും മസ്കറ്റിലെത്തിയ രാജ്കുമാർ പിന്നീട് നേടിയത് സ്വപ്നതുല്യമായ വിജയമായിരുന്നു. മസ്കറ്റ് കേന്ദ്രമായി പ്രവർത്തനം തുടങ്ങിയ ടാലന്റ് ഇലക്ട്രിക്കൽ സർവീസസ് LLC ഇന്ന് ലോകമറിയുന്ന വലിയ സംരംഭമായി മാറി. 350 പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ടാലന്റ് ഇലക്ട്രിക്കൽ സർവീസസ് LLC ഇന്ന് അൾജീരിയയിലും അതിന്റെ ശാഖ തുറന്നു എന്നത് മറ്റൊരു നേട്ടമാണ്. ടാലന്റ് ഇലക്ട്രിക്കൽ സർവീസസ് കൂടാതെ മറ്റു നിരവധി സംരംഭങ്ങളിലും പങ്കാളിയായ ഒരു മികച്ച ബിസിനസ്സുകാരനാണ് ശ്രീ രാജ്കുമാർ കാമ്പുറത്ത്. കുന്നംകുളത്തു നിന്നും രാജ്കുമാർ വിമാനം കയറുമ്പോൾ പേരിനൊപ്പം വീട്ടുപേരായ കാമ്പുറത്തും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വന്നു ചേർന്നതെല്ലാം ഒരു നിയോഗമായി കാണുകയാണ് ഡോക്ടർ രാജ്കുമാർ. തിരക്കുകൾക്കും യാത്രകൾക്കുമിടയിൽ വിശേഷങ്ങൾ പങ്കിടുവാൻ ദർശന TV പ്രേക്ഷകർക്കൊപ്പം വിരുന്നിൽ അതിഥിയായി എത്തുകയാണ് ഡോക്ടർ രാജ്കുമാർ. നമസ്കാരം. ദർശന TVയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് ഒമാനിലെ മസ്കറ്റിലാണ്. ഇവിടെ എത്തുമ്പോൾ 30 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന സ്ഥലത്തു നിന്നും പ്രവാസ ജീവിതം നയിക്കാൻ തുടങ്ങിയ വ്യക്തിത്വമാണ് ഡോക്ടർ രാജ്കുമാർ കാമ്പുറത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ പല മേഖലകളിലെയും കടന്ന് ആദ്യം UAE അതിനുശേഷം മസ്കറ്റിലെത്തി. ഇപ്പോൾ മസ്കറ്റിലെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ള ടാലന്റ് ഇലക്ട്രിക്കൽ സർവീസ് LLC എന്ന വലിയ ഒരു ബ്രാൻഡിൻ്റെ ഉടമസ്ഥത അദ്ദേഹത്തിൻ്റെ പക്കലാണ്. അതിൻ്റെ ടാലൻറ്റിൻ്റെ കൂടുതൽ വളർച്ചയും കൂടുതൽ വിവരങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടു കൂടി വിരുന്നിൻ്റെ അതിഥിയായിട്ടുള്ള ഡോക്ടർ രാജ്കുമാർ കാമ്പുറത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം. സാർ 30 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്നുമാണ് രാജ്കുമാർ കാമ്പുറത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ തുടക്കം. അതിനുശേഷം തന്റെ ജീവിതയാത്രയിൽ UAE എത്തുന്നു. അതിനുശേഷമാണ് ഒമാനിലേക്ക് 1994 ഒമാനിലേക്ക് എത്തുന്നത്. ഒമാനിൽ വന്നതിന് ശേഷമാണ് സാറിന്റെ ടാലന്റ് ഇലക്ട്രിക്കൽ സർവീസ് LLC എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭത്തിന് തുടക്കം. അത് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സംരംഭമായി മാറിയിട്ടുമുണ്ട്. തുടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാറിന്റെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് പോയി കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഒരു പ്രവാസ ജീവിതത്തിന്റെ തുടക്കം, ആ ഒരു ചുമതല താങ്കളിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അച്ഛനൊരു സ്റ്റേഷനറി ബിസിനസ്സുകാരനായിരുന്നു. അച്ഛൻ്റെ സ്റ്റേഷനറി ബിസിനസ് പരാജയപ്പെട്ടപ്പോൾ മസ്കറ്റിലോട്ട്, ആദ്യം മസ്കറ്റിലോട്ട് വരേണ്ടി വന്നതാണ്. ദുബായ് വന്നതിന് ശേഷം മസ്കറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ അന്ന് ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ സാറ് ഈ മസ്കറ്റിലേക്ക് എവിടെയാണ്, CB എയർപോർട്ടിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഏത് മേഖലയിലേക്കാണ് ജോലി തേടിയത്? അന്ന് ഈ സെയിം ഫീൽഡിൽ തന്നെയായിരുന്നു. ഓ, അന്ന് അത് ആ ഒരു തൊഴിൽ അറിയാമായിരുന്നു അല്ലേ? അറിയില്ലായിരുന്നു. ഓ, അപ്പൊ ആദ്യം ജോലി ചെയ്തത് ഏത് മേഖലയിലാണ്? ഇലക്ട്രിക്കൽ മേഖലയിലായിരുന്നു. അതിനുശേഷം ഈ ടാലന്റ് ഇലക്ട്രിക്കൽ സർവീസസ് LLC എന്ന് പറയുന്ന ഒരു വലിയ സംരംഭത്തിന് 2003 ഞങ്ങള് ടാലന്റ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2003 അൽഖൈദ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര്. പിന്നെ ടാലന്റ് 2004 ടാലന്റ്. അപ്പോ ടാലന്റ് തുടങ്ങിയതിനു ശേഷം അത് തുടങ്ങുന്നത് എവിടെയായിരുന്നു സാറേ? 2004 ഗാലയില് ഒരു ചെറിയൊരു ഷോപ്പ് 100 സ്ക്വയർ മീറ്റർ ഏരിയയിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇന്ന് ഏകദേശം 23,000 സ്ക്വയർ മീറ്റർ ഏരിയ ഉണ്ട് മസ്കറ്റിൽ തന്നെ. അൾജീരിയയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം അതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ മസ്കറ്റിലെ വിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ സ്വിച്ചുകളാണ്, ഏതൊക്കെ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റുകളിലേക്കാണ് ശ്രദ്ധ? ലോ വോൾട്ടേജ് സ്വിച്ച് ഗിയറും LV സ്വിച്ച് ഗിയേഴ്സും പിന്നെ മീഡിയം വോൾട്ടേജ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MPSന്റെ. അതുപോലെ തന്നെ മറ്റു വേറൊരു വലിയ സെക്ഷൻ കൂടി ഉണ്ടല്ലോ നമുക്കിത് കൂടാതെ. ഫാബ്രിക്കേഷൻ ഡിവിഷൻ ഉണ്ട്, പിന്നെ ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ട്. അതിന്റെ എല്ലാം കേന്ദ്രം നമ്മുടെ മസ്കറ്റ് തന്നെയാണ്. മസ്കറ്റിൽ തന്നെയാണ്.
ഇപ്പൊ ഏകദേശം എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ 350ഓളം തൊഴിലാളികളാണ് ടാലന്റിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഈ അൾജീരിയ ഇപ്പൊ ഒരു ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, മസ്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ സംരംഭകന് ഈ ഒരു രാജ്യം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയാമോ സാർ? ഈ രാജ്യത്തിന്റെ സൗകര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അനുകൂലമായി മാറുന്നത്? മസ്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അതെ, സുൽത്താന്റെ 2040 വിഷൻ, ഒരുപാട് മെഗാ സിറ്റീസ് വരുന്നുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ പ്രധാനപ്പെട്ട ഇപ്പൊ ഒരു ബിസിനസ് വളർച്ചയിൽ ഈ രാജ്യം ഒരുപാട് സപ്പോർട്ടാണെന്ന് തന്നെയാണ് സാറിന്റെ വാദം. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ, ഈ രാജ്യത്തിന്റെ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ടാലന്റിന്റെ ഒരു ബിസിനസ് വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അൾജീരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പൊ എവിടെയാണ് നമ്മുടെ സംരംഭം തുടങ്ങിയിരിക്കുന്നത്? അൾജീരിയയിൽ ഒറാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അൾജീരിയയിൽ ഒറാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കം കുറിച്ച് കഴിഞ്ഞു നമ്മുടെ അവിടെ. എത്ര സ്ക്വയർ ഫീറ്റിലാണ്? 2000 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് വരുന്നത് അവിടെ വരുന്നത് അല്ലേ? അതും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടാണ് അൾജീരിയ തിരഞ്ഞെടുത്തത്? അൾജീരിയ ഒമാനും കൂടി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ. ആ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു വലിയൊരു അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് സഹായകരമാണോ ഒമാൻ ബിസിനസ്? അപ്പൊ നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ലാഭകരമാകുന്നത് അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ്? കസ്റ്റംസ് ഡ്യൂട്ടി എക്സെപ്ഷൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരി. ഇപ്പോ സാർ ഇപ്പോ തുടക്കം ടാലന്റിലേക്ക് വന്നു. ഇതിപ്പോ ഏകദേശം 350ഓളം തൊഴിലാളികൾ ടാലന്റിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇപ്പൊ പല രീതിയിലും പല മേഖലയിലുള്ള ആൾക്കാർ ദിനം പ്രതി പ്രവാസ ജീവിതം ആഗ്രഹിച്ച് പുതിയ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വളർച്ചയിലേക്ക് നിൽക്കുമ്പോൾ താങ്കളിലേക്ക് തന്നെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം, മുറുകെ പിടിക്കുന്ന ഒരു ആശയം എന്തായിരിക്കും? ഒരു ബിസിനസ് വളർച്ചയ്ക്ക് ആവശ്യമായ വേണ്ട ഘടകങ്ങൾ? ഒരു ബിസിനസ് ഡെവലപ്പ് ആവണമെങ്കിൽ കഠിനാധ്വാനം, കമ്മിറ്റ്മെന്റ്, പിന്നെ ഡെഡിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നെങ്കിലും താങ്കൾ അനുഭവിച്ചിട്ടുള്ള, താങ്കൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വളരെ വലുതായിരിക്കും അല്ലെ? ഒരുപാട് ഒരു സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങിയത് നമ്മള്. അതെ, ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി അത് അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കേൾക്കുമ്പോൾ വളരെ കൗതുകവും ലളിതവുമാണ്. പക്ഷെ സാറിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫൈനാൻസ് വളരെ നിർണായക ഘടകമാണ്. ഫിനാൻസ് ഒരു ക്യാപിറ്റൽ ഒരു വലിയ ഘടകമാണ്. അതിനുശേഷം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യപ്പെടുന്നത്? നമ്മൾ മുമ്പിൽ കാണുന്ന ആ ഒരു വിജയം മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത്? ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും താറോ തീർച്ചയായിട്ടും. ആ ഒരു മനധൈര്യം എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഇലക്ട്രിക്കൽ ഫീൽഡില് മാർക്കറ്റ് അപ്ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്റ്റ് പുതിയ R&D വന്നുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നോക്കിയ പോലെ നമ്മൾ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? അപ്പോ നമുക്ക് R&D ഡിവിഷൻ ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു എവരി ഡേ നമ്മൾ ഇതിൽ ഭയങ്കര ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. ഓരോ ദിവസവും മാറ്റങ്ങൾ അല്ലേ? നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, ടാലന്റിനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിഞ്ഞതും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഭയങ്കര എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ ക്വാളിറ്റി? ISO സർട്ടിഫൈഡ് കമ്പനിയാണല്ലോ. തീർച്ചയായിട്ടും ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. അതിന്റെ വിങ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ പ്രൊഡക്റ്റുകളുടെ വിങ്ങുകൾ എങ്ങനെയാണ്? ഒരു വലിയ പ്രോസസ്. അതെ. അതിലൊരുപാട് പേര് 24 hours പണിയെടുക്കുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ടാലന്റിൽ നിന്ന് കൊടുക്കുന്നു, അത് എനിക്കൊന്നും റീറ്റെയിൽ അല്ലല്ലോ, നമ്മൾ ചെറിയൊരു പ്രൊഡക്റ്റുകളല്ലല്ലോ കൊടുക്കുന്നത്, വലിയ ഫാക്ടറികൾക്ക്. എവിടേക്കാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സുകൾ, ബിൽഡിങ്സ്, എല്ലാം എന്താ പറയാ, എല്ലാ മേഖലയും. ഇപ്പൊ പ്രധാനപ്പെട്ട ഒമാനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറയാം. എല്ലാ യൂട്ടിലിറ്റി പ്രൊജക്ട്സുകളും കൊടുക്കാറുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒമാന്റെ പ്രൊജക്ടുകൾ ഏതൊക്കെ ഭാഗമായിട്ടുണ്ട്? റോഡിലെല്ലാം പോകുമ്പോൾ കാണുന്ന ഫീഡർ പില്ലറുകളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് പോകുമ്പോ വഴിയിൽ തന്നെ ഒരുപാട് എല്ലാം എന്നല്ല, നമ്മളിപ്പോ വേറെ കുറെ കമ്പനികളുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു വലിയ ഭാഗം നമ്മുടെയും ഉണ്ട്. വലിയ മാർക്കറ്റ് ഷെയർ നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ ഈ കുന്നംകുളത്തുനിന്ന് വരുന്നു, ഒമാനിലൊരു വലിയ ബിസിനസ് സംരംഭത്തിന്റെ ഒരു അധിപനാകുന്നു. യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്റെയും കൂടെ കയ്യൊപ്പ് പതിഞ്ഞൊരു സാധനമാണല്ലോ റോഡിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നോക്കുമ്പോൾ കാണുന്നത് എന്ന് പറയുന്ന ഒരു സന്തോഷമാണ് ശരിക്കും. അതെങ്ങനെയാണ് ആലോചിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ കൂട്ടുകാരോട് വിളിച്ചു പറയാറുണ്ട്. നാട്ടിൽ വന്നാലും കൂട്ടുകാരുണ്ടാവുമല്ലോ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടില്ല.
നാട്ടുകാർ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇപ്പൊ നാട്ടിലേക്ക് എത്തില്ലേ? വീട്ടിലാരൊക്കെയാണ് ഇപ്പൊ സാറിന്റെ ഉള്ളത്? വൈഫും 2 മക്കളും. ഇവിടെ അല്ലേ അവര് ഉണ്ടാവും കൂടുതൽ? അവരിവിടെ ഉണ്ട്, മസ്കറ്റിലുണ്ട്. എല്ലാ വീക്കെൻഡിലും എല്ലാ വ്യാഴം വെള്ളി നാട്ടിൽ പോകുന്നു എന്നാണ് എനിക്കറിയാം. ആദ്യം എല്ലാ വീക്കെൻഡും പോയിരുന്നു. ഇപ്പൊ മാസത്തില് 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം. അങ്ങനെയാണ് പോകുന്നതില്ലേ? നാട്ടിൽ എങ്ങനെ, എന്താണ് അവിടെ എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ? നമ്മള് നാട്ടില് കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം കുന്നംകുളം കേന്ദ്രീകരിച്ചിട്ടേ പണ്ട് തൊട്ടേ കുന്നംകുളത്തിനൊരു ചീത്തപ്പേരുണ്ടല്ലോ. ലോകത്ത് എന്ത് പ്രൊഡക്റ്റ് ഇറങ്ങിയാലും അതിനുണ്ട് നമുക്ക് അതിന്റെ ഒരു കോപ്പി അവിടെ കിട്ടുമെന്ന് പറയുന്നത്. അത് സത്യമാണോ? ഞാൻ സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമല്ല. സ്റ്റേഷനറി ബിസിനസ് ബേസ് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അതെന്താണ്? നമ്മളത്തേറാണ് സ്റ്റേഷനറി ബിസിനസിന്റെ അമരക്കാര്. അതെല്ലാ പ്രോഡക്റ്റിന്റെയും എല്ലാം അവിടെ കിട്ടും. അതിന്റെ ഒരു കുന്നംകുളത്തുകാർ വിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. കുന്നംകുളം വലിയൊരു മാർക്കറ്റ് ആയിരുന്നു. വലിയ കുന്നംകുളത്തല്ല വിറ്റായിരുന്നത്, കുന്നംകുളത്തുകാരായിരുന്നു ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്. അവിടെ എനിക്കത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടോപ്പ് 10 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. എന്താണ് ഒരു ബിസിനസ് തൃശ്ശൂരുകാർക്ക്? അത് എവിടെ ചെന്നാലും ഉണ്ട്. അതിപ്പം യൂസഫ് അലി സാറായാലും ജോലി അയലുക്കാസ് ആയാലും നമ്മള് ഫ്രണ്ട്ലി ആണ്. തൃശ്ശൂരുകാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെയും കയറി പോവും, എല്ലാവരുമായിട്ട് അടുത്ത് ഇടപഴകും, റിസ്ക് എടുക്കാനും അവര് കുറച്ച് മുൻപന്തിയിലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. തീർച്ചയായിട്ടും സാറ് ഇതിനുശേഷം ടാലന്റിലേക്ക് വരുന്നു, ഇവിടെ തുടങ്ങുന്നു, ഒരു വലിയ വിജയം ഉണ്ടാകുന്നു. ഓരോ വിജയങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഉയർത്തുമ്പോഴും നമ്മൾ വിജയങ്ങൾ മാത്രമല്ല ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു വലിയൊരു സംരംഭമാണ് ഞങ്ങൾ ദുബായിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റാസൽ കൈമേലാണോ? അല്ല, ദുബായ് റാസൽ ഖോറിൽ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, ബഹ്റൈനില് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഈ ഇപ്പം വിജയങ്ങൾ വരുമ്പോ ഇപ്പൊ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിനൊപ്പം ഡ്രൈവ് ചെയ്യുന്നു, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നു. ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗോൾ അതിനോടൊപ്പം തന്നെ ഉയർത്തുകയാണോ ചെയ്യുന്നത്? പ്രീ പ്ലാൻഡ് ആണോ? അല്ല, അത് അവിടെയാണ് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായത്. നമ്മൾ പരാജയത്തിനാണല്ലോ പഠിക്കുക. അതെ. അടുത്ത ദൗത്യം ഏറ്റെടുക്കുകയാണ്. അത് നമ്മൾ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്ത് രണ്ടും കൂടി ഒരേ സമയം ഒരു മൾട്ടിപ്പിൾ ടാസ്കിലേക്ക് പോകണം. അത് കറക്റ്റായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി മറ്റതെല്ലാം ചെയ്യാണ്ടാണ് പല കാര്യങ്ങൾക്ക് ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് അത്തരത്തിൽ ഈ മൾട്ടിപ്പിൾ ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ ബിസിനസ്സുകാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് പറയുന്നത്. 100% മൾട്ടിപ്പിൾ ടാസ്ക് എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുകയും അതിൽ കൂടുതൽ അറിവ് നേടിയിട്ടും അത് അപ്പൊ പിന്നെ എങ്ങനെയാണ് പല ബിസിനസ്സുകാർ, ഇപ്പൊ സാറിന് തന്നെ നിരവധി സോൺസ് ഉണ്ട്, നിരവധി പ്രോജക്റ്റുകളുണ്ട് ഈ ഇലക്ട്രിക്കൽ മേഖല അല്ലാതെ. അതിനെ എങ്ങനെയാണ് അപ്പൊ ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു മൾട്ടിപ്പിൾ ടാസ്ക് എടുത്തില്ലെങ്കിൽ അല്ല, ഇതിൽ ഏതെങ്കിലും ആക്ച്വലി നമ്മൾ എങ്ങനെ ഒരു പ്രൊജക്ട് പോകണ ചില പ്രൊജക്ടിനെ കുറിച്ച് അറിയുന്ന ഒരാളെ നമ്മുടെ കൂടെ കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യാൻ പോണത്. പാർട്ട്ണർ ബിസിനസ് പാർട്ണറിനെ വളരെയധികം ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്ണർ അല്ല, ബിസിനസ് പാർട്ട്ണർ. ജനറൽ മാനേജർ പോസ്റ്റോ പ്രോഫിറ്റ് ഷെയറിംഗ് പോസ്റ്റോ കൊടുത്തിട്ടാണ്. വർക്കിംഗ് പാർട്ണർ ആയിരിക്കും അദ്ദേഹം. വർക്കിംഗ് പാർട്ണർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ടാലന്റും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതെ അല്ലെ? അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ അൾജീരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് ഫ്രണ്ട്ലി ഏത് കൺട്രിയാണ് സാർ ശരിക്കും ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ബിസിനസ് ഫ്രണ്ട്ലി ആയി ഞാൻ കണ്ടത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ ആഫ്രിക്കൻ കൺട്രീസിൽ, പക്ഷെ ആഫ്രിക്കൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വൺസ് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ആഫ്രിക്കൻ മാർക്കറ്റ് നല്ല മാർക്കറ്റാണ്. അതാണ് പോപ്പുലേഷൻ, ഹൈ പോപ്പുലേഷൻ അല്ലേ, അതുകൊണ്ട് എന്ത് മാർക്കറ്റും വിറ്റ് പോകുന്നതാണ്. അതെ അതെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ വിൽക്കുന്ന അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും പ്രൈസ് വരുന്ന ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാം, അവിടെ ചെയ്യാം. ആഫ്രിക്കയിൽ ചെയ്യാം. ചൈനീസ് പ്രോഡക്റ്റ് നല്ലപോലെ വിൽക്കുന്നത് അവിടെയാണ്. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം പ്രോഫിറ്റും കൂടുതലാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതന്നെ മാർജിൻ എനിക്കറിയാം, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ വ്യവസായം ചെയ്യുന്ന ആളാണ്, സാറും ബിസിനസ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ടാസ്കുകൾ എന്താ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ? ഒരു ബിസിനസ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ കുറവ് വരാനുള്ള കാരണം അവിടെ ജനങ്ങളുടെ മനോഭാവമാണ്. ആരെങ്കിലും ഒരാൾ നല്ലൊരു ബിൽഡിങ്ങോ ഒരു മാളോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ 100 കണക്കിന് കേസ് കൊണ്ടുവന്നിട്ടാണ്. ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് അലിഗേഷൻസ് അത് പറഞ്ഞ് വെറുതെ ഓരോ കംപ്ലൈന്റുകൾ കൊടുത്തിട്ട് പുറകോട്ട് നടത്തിക്കുന്നതാണ്. അതെ അതെ.
ഓക്കെ ഓക്കെ, അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ നാട്ടിലൊരു വലിയൊരു ഹോസ്പിറ്റൽ കൊണ്ടുവരണം എന്നുള്ളത്. ഈ കുന്നംകുളത്താണോ അതോ അല്ല, ഇപ്പൊ ഞാൻ പാലക്കാട്? പട്ടാമ്പി പട്ടാമ്പി. വലിയൊരു ഹോസ്പിറ്റൽ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ഉം. പക്ഷെ അതിനെ ഇറങ്ങി തിരിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത്. എളുപ്പമല്ല നാട്ടിലൊരു കാര്യം. ഓ, ഈ നേരത്തെ കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ക്യാമ്പയിൻസ് ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുമായിരുന്നു. ശരി, അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഉണ്ടെങ്കിൽ കൂടിയും അതിന്റെ ഒരു വോളിയം ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം നേരത്തെ നാട്ടിലെ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആ, സെയിം ടൈമിൽ പ്രവാസികൾ യു എയിലും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി. വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. അതായത് ഇപ്പം കാരണം ഇപ്പൊ സാധാരണ ഒരു സാലറി വാങ്ങുന്ന ഒരാൾ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റോ അല്ലെങ്കിൽ 1 ബെഡ്റൂം ഫ്ലാറ്റോ വാങ്ങി തുടങ്ങി. കാരണം വെച്ചാൽ ഇപ്പൊ അല്ലാണ്ട് തന്നെ ഇവിടെ ഉള്ള പ്രവാസികൾ അല്ലാണ്ട് കൂടി നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ്, എന്റെ ഏറ്റവും അടുത്ത് എന്റെ നെയ്ബറാണ്, അദ്ദേഹം ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഒരേ സമയം 1.5 കോടി രൂപ ചെലവാക്കിയിട്ട് കൊച്ചിയിൽ ഞാനൊരു വില്ല മേടിച്ചു. അവൻ ഡൽഹിയിൽ മേടിച്ചു. അവൻ ആ വില്ലയ്ക്ക് ഏകദേശം 12 കോടി രൂപയോളം വിലയായി. എന്റേത് ഞാനിപ്പോ 1 കോടി കിട്ടിയാലും കൊടുക്കാച്ചിട്ടിരിക്കുകയാണ്. അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം അങ്ങനെ മാറിപ്പോയി. റിയൽ എസ്റ്റേറ്റ് അങ്ങനെ മാറിപ്പോയി. റിയൽ എസ്റ്റേറ്റ് മാറിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പൊതുവെ അതാണ് അത് ശരിക്കും തോന്നുന്നു അത് ആൾക്കാരുടെ മനോഭാവം കൊണ്ട് തന്നെ ആവണം. അല്ലെങ്കിൽ ഈ ഒരു വളർച്ചയിലേക്ക് എത്തേണ്ട ഒരു സാധനത്തെ തടയിടാൻ എപ്പോഴും. പക്ഷെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം തന്നെ അല്ലേ ഒരു മികച്ച ഒരു റിയൽ എസ്റ്റേറ്റ് സാധ്യത മുമ്പിൽ നിൽക്കുന്നത്? മുമ്പുണ്ടായിരുന്നത് അത് വെച്ച് കേരളത്തിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ആദ്യം പണം ഉണ്ടായിരുന്നു, നല്ല പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവിടെ നിന്ന് പമ്പ് ചെയ്യാണ് കൺട്രീസിലേക്കാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ബിസിനസിനെ നേരിട്ടിരിക്കുന്ന അതോറിറ്റിയുടെ ഭാഗത്തും ഉള്ള കാര്യങ്ങളെ തുറന്നു പറയുന്നില്ലെങ്കിൽ കൂടിയും വിഷമം മനസ്സിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാൻ ആരും താല്പര്യപ്പെടില്ല. എന്റെ ഒരു അഭിപ്രായത്തില് എനിക്ക് വലിയ ഡ്രീം ആയിരുന്നു അവിടെ ജിപ്സം ബോർഡ് ഫാക്ടറി തുടങ്ങുന്നുള്ളത്. വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി കുറെ ഞാൻ ലാൻഡിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും പിന്നെ ലാൻഡ് കിട്ടുന്നൊക്കെ ആകുമ്പോഴേക്കും പിന്നെ മറ്റു പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഇന്നോവേഷൻ ഉണ്ടല്ലോ സാർ, ഒരു ബിസിനസ്സിൽ നമ്മളൊരു ഇന്നോവേറ്റീവായിട്ട് കുറച്ച് ഐഡിയാസ് കിട്ടുക, അതെങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത്? നമ്മൾ ഇപ്പൊ സാറ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വർക്കാവും. അങ്ങനെ ഉണ്ടാകുന്ന തോട്ട്സ് പ്രോസസ് ഉണ്ടല്ലോ. നമ്മൾക്കിപ്പോൾ ട്രാവലിംഗ് സമയത്ത് ചിലപ്പോൾ ഈ ഒരു ബിസിനസ് കൊള്ളാം, ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയും ഇൻസ്പയർ ആയിട്ട് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടുള്ള ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ സാർ സന്ദർശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 10-30ഓളം രാജ്യങ്ങൾ എനിക്കറിയാം. അപ്പം ഒരുപാട് 30ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ ഈ ബിസിനസ് പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത് ചൈനയാണെന്നറിയാം. അത് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? മറ്റേതെങ്കിലും അറിയപ്പെടാത്ത രാജ്യങ്ങളുണ്ടോ ബിസിനസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും? തുർക്കി നന്നായി ബിസിനസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് കൂടുതൽ അവർ ചെയ്യുക? ഇലക്ട്രിക്കൽ മേഖലകളിൽ തുർക്കി വളരെ സ്ട്രോങ് ആണ്. തുർക്കി നല്ല മാർക്കറ്റ് ഷെയർ അവർക്കുണ്ട്. ചൈന ഉണ്ടാവൂല്ലേ? ചൈനയുണ്ട് സ്വാഭാവികമായിട്ടും. ഈ ചൈനയുടെ ഒരു ബൂമിങ് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ഇതിനെയൊക്കെ ഈ സ്വയം തൊഴിലായിട്ട് വീട്ടിലും കൊണ്ട് കൊടുത്തേക്കാണ്? അങ്ങനെയാണ് അവിടുത്തെ? അതാണ് ഫ്ലാറ്റ് ടൈപ്പ് ഇൻഡസ്ട്രീസ് കൂടുതലാണ് അവിടെ. ഒരു കമ്പനി പോലും നശിച്ചു പോകുന്നില്ല ശരിക്കും പറഞ്ഞാല്. ഇല്ല, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനിയും. അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തിരിച്ചാണ്. ഓ, അങ്ങനെ ഗവൺമെന്റ് പല കമ്പനികളിലെ ഷെയർ ഗവൺമെന്റ് തന്നെ വാങ്ങും. ഷെയർ വാങ്ങിക്കും. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ കമ്പനികൾ വിറ്റ് പോകണം, പബ്ലിക് സെക്ടറിലേക്ക് മാറ്റാണ്. പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. സാർ, ഇപ്പോ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിശേഷങ്ങളൊന്ന് പറയാമോ? സാറിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിലെ ഇപ്പോ വൈഫും 2 മക്കളുണ്ട്. വൈഫിന്റെ പേര് ഷിജ. കുട്ടികൾ 2 ഒരാള് CIക്ക് പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ 2 മസ്കറ്റിലാണ് പഠിക്കുന്നത്. മസ്കറ്റിൽ തന്നെയാണ് പഠിക്കുന്നത്. ഈ കുട്ടിക്കാലത്ത് കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ? അച്ഛൻ, അമ്മ, 2 സിസ്റ്റേഴ്സ്. അച്ഛൻ 2012 മരിച്ചു, അമ്മ 2024 മരിച്ചു. അതാണ് ഒരു വലിയ നഷ്ടം ജീവിതത്തിൽ. വലിയൊരു നഷ്ടം തന്നെയാണ് ശരിക്കും, സംശയമില്ലല്ലോ. അതെ. ചെറിയ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുന്നംകുളത്തായിരുന്നല്ലേ? കുന്നംകുളത്തായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു? സ്കൂളിൽ കുന്നംകുളം ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞാൽ വിവേകാനന്ദ കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി. അതോടുകൂടി പഠനം നിർത്തി. ഞാൻ അച്ഛൻ്റെ കൂടെ
സ്റ്റേഷനറി ബിസിനസ്സിൽ അച്ഛനെ സഹായിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ കൂടി. കുന്നംകുളം തന്നെയായിരുന്നു. ഇല്ല, തൃശ്ശൂരായിരുന്നു. രാജേഷ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട്. രാജേഷ് രാജ സ്റ്റോഴ്സ്. രാജേഷ് സ്റ്റോഴ്സ് സ്റ്റേഷനറി ഹോൾസെയിലായിരുന്നു. ഹോൾസെയിലർ നല്ലപോലെ പോയിരുന്നു കുറച്ചു കാലം. പിന്നെ അച്ഛനും ഈ സിനിമയുടെ പിന്നാലെ നടന്ന് പ്രൊഡക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലോസ് ഉണ്ടായി. ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ ഓക്കെ. അത് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കണം. സിനിമയിൽ പോയത് സിനിമയിൽ നല്ലത് വേറെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് മുജീബ് പറയാറുണ്ട് നമുക്ക്. അത് നമ്മുടെ ഒരു അവസാനം ഒരു പടം പിടിക്കണം നമുക്ക്. അതെ അതെ അതെ. അതെല്ലാം കഴിഞ്ഞിട്ടുള്ളത് പറയുന്നത്. സാറേ, പുതിയ കുട്ടികൾക്ക് പ്രവാസ ജീവിതത്തിലേക്ക് ബിസിനസ് തിരഞ്ഞെടുക്കുന്നവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്തായിരിക്കും? എന്ത് ബിസിനസ് തിരഞ്ഞെടുത്താലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അത് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് വന്ന് നാളെ തന്നെ കോടീശ്വരനാവാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. ഹാർഡ് വർക്ക് തന്നെ ചെയ്തിട്ട് വേണം ഒരു ബിസിനസ് സംരംഭം ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു ലൈഫിൽ ഒരു ലോങ് ടൈം നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും പിന്നീട്. സത്യം. സാർ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് സാർ വീണ്ടും ഇപ്പോഴും ഇപ്പോഴും 12 മണിക്കൂർ ജോലി എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും 12 മണിക്കൂർ ജോലി. കാരണം ഞാൻ രാവിലെ സാറിന് 7 മണിക്ക് വിളിച്ചാലും 8 മണിക്ക് വിളിച്ചാലും സാർ അവൈലബിൾ ആണ്. ആ സമയത്ത് അങ്ങനെയാണ് ഒരു ഡെയിലി 12 മണിക്കൂർ ഇപ്പോഴും ജോലി. ഇപ്പോഴും 5 മണിയാകുമ്പോൾ നീക്കും. 6 മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്താൻ വേണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. 7 മണിയാകുമ്പോഴേക്കും ഞാൻ ഓരോ ദിവസം എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എവരി ഡേ 7 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സാർ, ഇനിയുള്ള ടാലന്റ് ഒരു വൻ വിജയത്തിൽ നിൽക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ അൾജീരിയ അടക്കമുള്ള രാജ്യങ്ങളായാലും പല രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കുന്നു. ഇനിയുള്ള നെക്സ്റ്റ് ഗോളിലേക്ക് കയറുന്നു. എന്താണ് അടുത്ത ലക്ഷ്യം, ഫ്യൂച്ചർ പ്ലാനുകൾ? ട്രാൻസ്ഫോർമർ കമ്പനി ഒമാനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ 2026 ഒമാൻ ട്രാൻസ്ഫോർമർ മാനുഫാക്ചറിങ്. പിന്നെ അൾജീരിയയിൽ എല്ലാ പ്രൊഡക്ട്സും, അതായത് 33 kV വരെയുള്ള എല്ലാ പ്രൊഡക്ട്സും അൾജീരിയയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സെൻസിബാർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഫ്രിക്കൻ ടാൻസാനിയയിലെ സെൻസിബാറിൽ. അങ്ങനെ പല വലിയ വലിയ പ്രൊജക്ടുകളാണ്. സൗദിയിൽ ഓൾറെഡി ഓഫീസ് എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അവിടെ. എല്ലാ തരത്തിലും നോക്കി കഴിഞ്ഞാലും പുതിയ പുതിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. അതെ. അതിനനുസരിച്ചുള്ള ടീമിനെ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും സാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വിജയങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാകുക. കാരണം സാറിന്റെ ജീവിതം അങ്ങനെയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. അറൌണ്ട് 350 കുടുംബങ്ങൾ ഇവിടുന്ന് തന്നെ ടാലന്റിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ തന്നെ സാറിന്റെ സബ് ഡിവിഷൻസ്, സാറിന്റെ പാർട്ണർഷിപ്പ് ഫാമിലടക്കം ഒരുപാട് സാറ് പങ്കാളിയായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ വേറെ ഉണ്ട്. അറൌണ്ട് ഒരു 1000-ഓളം ആൾക്കാർ സാറിന്റെ കുടുംബാംഗമായിട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൊഴിലാളികളുടെ കൂട്ടത്തിൽ തന്നെ തീർച്ചയായിട്ടും ഒരു വലിയ വിജയം ഇനിയും തേടിയെത്തട്ടെ. ടാലന്റ് വിൻ വിജയമാവട്ടെ. പേര് പോലെ തന്നെ ടാലന്റ് ഉള്ളൊരു കമ്പനിയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് സാറിന്റെ കമ്പനി. വളരെ നന്ദി സാറേ. എന്തായാലും എനിക്ക് വലിയ സന്തോഷം സാറിനെ പോലെ ഒരാളെ നേരിട്ട് കാണാനും സാറോട് സംസാരിക്കാനും സാറിന്റെ ജീവിതവും ടാലന്റിന്റെ ജീവിതവും ഒക്കെ ദർശന ടിവിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വലിയ സന്തോഷം. അതുപോലെ അനൂപന്തലത്തിനെ കാണാൻ പറ്റിയാലും അനൂപന്തലമായി ഈ അഭിമുഖം ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. എനിക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്.